ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിലെ ഡിസ്നി ബോണ്ടി ബീച്ചിൽ ജൂത ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 16ആയി. 10 വയസ്സുള്ള പെൺകുട്ടിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. അക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടു. 40 പേർക്കാണ് പരിക്കേറ്റത്. അക്രമികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വംശജനായ 24 വയസ്സുകാരൻ നവീദ് അക്രം, പിതാവ് 50 വയസ്സുകാരനായ സജീദ് അക്രം എന്നിവരാണ് കൂട്ടക്കൊല നടത്തിയത്. സജീദ് അക്രമാണ് പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അക്രമികൾക്ക് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ISIO അന്വേഷിക്കുകയാണ്. ISന്റെ ഡിസ്നി സെല്ലുമായി കൊലയാളികളിൽ ഒരാൾ 6 വർഷം മുൻപ് ബന്ധപ്പെട്ടുവെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അക്രമികളുടെ കാറിൽ നിന്ന് ISന്റെ പതാക കണ്ടെത്തിയിട്ടുണ്ട്. നവീദ് അക്രം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത വിഭാഗക്കാരുടെ ഹനൂക്ക എന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. സംഭവം ഭീകരാക്രമണമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. വെടിവെപ്പിൽ മൂന്നാമതൊരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ വിവിധ രാഷ്ട്ര നേതാക്കൾ അപലപിച്ചു. ആഘോഷത്തിൽ പങ്കെടുക്കാൻ 1000-ലേറെ പേർ എത്തിയിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നും ഇതേക്കുറിച്ച് പലതവണ ഓസ്ട്രേലിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ വിമർശിച്ചു. ബെർലിനിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി അറിയിച്ചതോടെ നാറ്റോയിൽ ചേരാനുള്ള മോഹം അവസാനിപ്പിച്ച് ഉക്രൈൻ. സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതോടെയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ മോഹം അവസാനിപ്പിച്ചതായി അറിയിച്ചത്. ചർച്ചകൾ തുടരുമെന്നും എന്നാൽ റഷ്യൻ ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് സെലൻസ്കിക്ക് ഉറപ്പ് ലഭിക്കണമെന്നും ജർമ്മൻ പ്രതിരോധ മന്ത്രി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ അറിയിച്ചു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പ്രധാന കാരണം ഉക്രൈന്റെ നാറ്റോ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിനാൽ തന്നെ നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം ഉക്രൈൻ അവസാനിപ്പിച്ചതോടെ റഷ്യ തങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം നേടിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഡിസംബർ 2 അമേരിക്കയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ നടത്തിയാൽ തങ്ങൾ പിന്മാറുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന പീസ് പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി ഉക്രൈനും നാറ്റോ രാജ്യങ്ങളും പലപ്പോഴായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. തായ്ലൻഡ് കംബോഡിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. വെടിനിർത്തലിന് ഇരുപക്ഷവും സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 2 ദിവസം പിന്നിടുമ്പോഴും സംഘർഷത്തിന് അയവില്ല. കംബോഡിയയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ കംതാരാലക് ജില്ലയിൽ ഒരു ഗ്രാമീണൻ കൊല്ലപ്പെട്ടതായി തായ്ലൻഡ് സർക്കാർ സ്ഥിരീകരിച്ചു. ഒരാഴ്ചയായി തുടരുന്ന സംഘർഷത്തിനിടെ ഇതാദ്യമായാണ് സൈനികരല്ലാത്ത ഒരാൾ തായ്ലൻഡിൽ കൊല്ലപ്പെടുന്നത്. പോരാട്ടത്തിൽ തങ്ങളുടെ 15 സൈനികരും കംബോഡിയയുടെ 221 സൈനികരും കൊല്ലപ്പെട്ടതായി തായ്ലൻഡ് സൈന്യം വ്യക്തമാക്കി. ഇത് തള്ളിക്കളഞ്ഞ കംബോഡിയ കൃത്യമായ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. തീരദേശത്ത് കൂടി പോരാട്ടം വ്യാപിച്ചതോടെ തെക്ക് കിഴക്കുള്ള ട്രെയ്റ്റ് പ്രവിശ്യയിൽ തായ്ലൻഡ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കംബോഡിയയിലേക്കുള്ള ഇന്ധന കയറ്റുമതി നിർത്തിവെക്കാനും ആലോചനയുണ്ട്. ഇരുപക്ഷവും വെടിനിർത്തൽ കരാറിലെ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി പറഞ്ഞു. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ 817 കിലോമീറ്റർ അതിർത്തി മേഖലയാണ് ഉള്ളത്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലകളിൽ നിന്ന് 5 ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധത്തെ തുടർന്ന് കംബോഡിയയിലേക്ക് വഴിതിരിച്ചു വിട്ടാലോ എന്ന് ഭയന്ന് ലാവോസിലേക്കുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടഞ്ഞതായി തായ്ലൻഡ് സൈന്യം വ്യക്തമാക്കി. ഹമാസ് സ്ഥാപിതമായി 38ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയെ മഹത്തായ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിച്ച് ഹമാസ് 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തെ അലക്സ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസ് സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടത്തിന്റെ പാതയിൽ അലക്സ വെള്ളപ്പൊക്കം ഒരു ഉയർന്ന നാഴികക്കല്ലാണ് എന്നും അധിനിവേശത്തെയും അതിന്റെ പതനത്തെയും ചെറുക്കുന്നതിനുള്ള ഒരു യഥാർത്ഥ തുടക്കം കുറിക്കുന്ന ഒരു ഉറച്ച നാഴികക്കല്ലായി അത് നിലനിൽക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പലസ്തീൻ ജനത ആക്രമണങ്ങളെ അവരുടെ ധീരമായ ചെറുത്തുനിൽപ്പിനൊപ്പം ഐക്യത്തോടെ ഉറച്ച ഇച്ഛാശക്തിയോടെയും ഐതിഹാസികമായ പ്രതിരോധശേഷിയോടെയും നേരിട്ടു എന്ന് പ്രസ്ഥാനം പറയുന്നു. എല്ലാ മേഖലകളിലുമുള്ള പലസ്തീനികളുടെ ദൃഢതയെ പ്രസ്താവനയിൽ അവർ അഭിവാദ്യം ചെയ്തു. ഒപ്പം ഹമാസ് രക്തസാക്ഷികളുടെയും സ്ഥാപക നേതാക്കളുടെയും ആത്മാക്കൾക്ക് പ്രസ്ഥാനം ആദരാഞ്ജലികളും അർപ്പിച്ചു. അവരിൽ പ്രധാനികളായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ, അലക്സ വെള്ളപ്പൊക്കത്തിന്റെ രക്തസാക്ഷികളായ ഇസ്മായിൽ ഹനിയ, യഹ്യ സിൻവാർ, സാലിഹ് അൽ അരൂരി, മുഹമ്മദ് ദെയ്ഫ് എന്നിവരും പ്രസ്ഥാനത്തിലെയും പലസ്തീൻ ജനതയിലെയും രാഷ്ട്രത്തിലെയും എല്ലാ രക്തസാക്ഷികൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പ്രസ്ഥാനം വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ യഹൂദരുടെ ഹനുക്ക ആഘോഷങ്ങൾക്കിടെയുണ്ടായ ഭീകരാക്രമണത്തെ തികച്ചും ജൂതവിരുദ്ധ ആക്രമണമെന്ന് അപലപിച്ച് ട്രംപ്
ജൂതവിരുദ്ധതയ്ക്ക് ലോകത്ത് ഒരിടത്തും സ്ഥാനമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓസ്ട്രേലിയൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുന്നതായി അമേരിക്ക വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് ട്രംപ് സിഡ്നിയിൽ നടന്ന വെടിവെപ്പിനെ അപലപിച്ചത്. ഇതൊരു ഭയാനകമായ ആക്രമണമാണെന്ന് ട്രംപ് പറഞ്ഞു. ഭാര്യ മെലാനിയയ്ക്കൊപ്പം സംസാരിച്ച ട്രംപ് സംഭവത്തെ തികച്ചും ജൂതവിരുദ്ധ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ചു. അമേരിക്കയിൽ ഇന്ന് രാത്രി മുതൽ ഹനുക്ക ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കവെയാണ് ഓസ്ട്രേലിയയിൽ ഞെട്ടിക്കുന്ന ഈ സംഭവമുണ്ടായത്. അതിനാൽ ആഘോഷങ്ങളിൽ ഭയപ്പെടാതെ പങ്കെടുക്കാൻ ജൂത സമൂഹത്തോട് ട്രംപ് ആഹ്വാനം ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആക്രമണത്തെ അപലപിച്ചു. ഈ ലോകത്ത് ജൂതവിരുദ്ധതയ്ക്ക് സ്ഥാനമില്ലെന്നും ഈ ഭയാനകമായ ആക്രമണത്തിന്റെ ഇരകൾക്കൊപ്പവും ജൂത സമൂഹത്തിനോടും ഓസ്ട്രേലിയയിലെ ജനങ്ങളോടും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ട് എന്നും അദ്ദേഹം എക്സിൽ വ്യക്തമാക്കി.